ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ഷാരിയാണെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടേ ഇന്ന് വീട്ടിലേക്ക് പോകുന്നുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനത്തിൽ അങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഷാരി നേരെ പോണത് നമ്മുടെ ഡോണിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ജുബാന്റെ അച്ഛൻ വഴി ഡോണെ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡോണ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഡോണനെ കാണാൻ വേണ്ടി പോവാട്ടോ നമ്മുടെ ഷാരി. അങ്ങനെ ഡോണയുടെ വീട്ടിലേക്ക് പോവാണ്. ഡോണ അവിടെ ഉണ്ടായിരുന്ന ഡോണടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല എന്ന് ഡോണ പറയണം. പ്ലീസ് മോളെ, എനിക്കൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം മോളോട് സംസാരിക്കണം, അതുകൊണ്ടിട്ടാണ് മോളത്തൊന്ന് 5 മിനിറ്റ് സംസാരിച്ചാൽ മതി പറയുമ്പോൾ ശരി, നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് മോളുടെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കല്യാണക്കുറിയൊക്കെ ഞാൻ തന്നതാണല്ലോ, അത് നോക്കിയില്ലായിരുന്നോ? അല്ല മോളെ, ഞങ്ങളത് തുറന്ന് നോക്കിയില്ലായിരുന്നു. തുറന്ന് നോക്കിയില്ല, അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. അല്ല, നിങ്ങളിപ്പോൾ എന്തിനാ വന്നത്? അല്ല, ആ കല്യാണം ഉറപ്പിച്ചില്ലേ, ആ കല്യാണം നടന്നില്ലായിരുന്നോ എന്ന് ഷാരി ചോദിക്കുമ്പോൾ ഡോണ പറയുന്നുണ്ട്, അത് നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവും കൂടെ കാണില്ലേ. അത് നടന്നില്ല. നടക്കാത്തത് ദൈവഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കൂടെ ദൈവമുണ്ട്. എൻ്റെ അച്ഛനമ്മക്കും ഞാൻ ഒറ്റ മോളാണ്. എൻ്റെ ആഗ്രഹത്തിന് എൻ്റെ ജീവിതം എങ്ങനെയുണ്ടെങ്കിലും നോക്കിയെടുത്തോളാൻ അവരെനിക്ക് വാക്ക് നോക്കിയെടുത്തോളാൻ അവരെനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയെടുത്തത് ലോക ഫ്രോഡിനെയാണ്. ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അവന് ഇപ്പം തന്നെ 10-40 ഭാര്യമാരുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതിലൊത്തിരി കുഞ്ഞുങ്ങളും വേറെയുണ്ട്. അതുകൊണ്ട് ആ ചതി നിന്നെ രക്ഷപ്പെട്ടത് നന്നായെന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്ന് പറയണം. അല്ല മോളെ, മോളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാമോ? സോറി, അതൊന്നും എൻ്റെ കയ്യിലില്ല. അതൊക്കെ എന്നെ അപ്പം തന്നെ നശിപ്പിച്ച് കളഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഞാനെന്ന് കല്യാണക്കുറി തന്നതാണല്ലോ, അതിൽ ഫോട്ടോ ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. ശരി, വേറൊന്നും സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ കഥ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോണ കഥ കിടച്ചിട്ട് അകത്തേക്ക് പോവാട്ടോ. ഷാരി ആ സമയത്ത് മനസ്സിലാലോചിക്കുകയാണ്, അന്ന് ഡോണ കല്യാണക്കുറി തരാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോൾ ആ കല്യാണക്കുറി വായിക്കാനായിട്ട് തുറന്നപ്പോൾ തന്നെ മനോഹർ ആ കല്യാണക്കുറി എടുത്തിട്ട് മേടിച്ച് അത് ചവിട്ടുകൊട്ടിലിട്ടത് നമ്മുടെ ഷാരി ആലോചിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാ കാര്യമെന്ന് ഷാരി മനസ്സിലാക്കാണ്. അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലായ ഷാരി ആകെ തകർന്ന് വീട്ടിലേക്ക് വരും കേട്ടോ. മനോഹറിനെ ഇനി ഇവിടെ നിർത്തിക്കൂടാ, അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ എന്ന് വിചാരിക്കുകയാണ്. ഇപ്പം അവൻ തോമസ് ആയിട്ട് വേറൊരു പെണ്ണിന് മുമ്പിൽ അവതരിച്ചിട്ടുണ്ടല്ലോ, ആ പെണ്ണിന്റെ ജീവിതങ്ങളിൽ രക്ഷപ്പെടട്ടെ എന്ന് നമ്മുടെ ഷാരി വിചാരിക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ മനോഹർ പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചു വരാട്ടോ. ഷാരി ചോദിക്കണ്ടേ, മനുമോൻ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു മീറ്റിങ്ങിന്റെ ഒരു റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിന് വേണ്ടി 5 ലക്ഷം രൂപ സാലറിക്ക് 2-3 സ്റ്റാഫിന് വെക്കണ കാര്യം, അതിനു വേണ്ടി പോയതായിരുന്നു. എന്നിട്ട് സെലക്ട് ചെയ്തോ? സെലക്ട് ചെയ്തു. അമ്മ എന്തെന്ന് പതിവില്ലാതെ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? ചോദിച്ചതേ ഉള്ളൂ. മീറ്റിംഗ് എവിടെയായിരുന്നു? അത് നമ്മുടെ ജുബിറ്റ 3 സ്റ്റാർ ഹോട്ടലിൽ. അവിടെയായിരുന്നല്ലേ? ശരി, മോനെപ്പോലത്തെ ആരെയോ ബീച്ചിൽ വെച്ച് കണ്ടത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. ബീച്ചിൽ വെച്ചിട്ടോ? എന്നെപ്പോലത്തെ ആളെയോ? അത് ഞാനായിരിക്കില്ല അമ്മേ, ചിലപ്പോൾ മറ്റവനായിരിക്കും. അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, എന്നെപ്പോലത്തെ ഒരു ഫ്രോഡിന് എന്നെപ്പോലത്തെ അതേ രൂപമാണെന്ന് ആരും പറഞ്ഞില്ലേ, ചിലപ്പോൾ ആ ഫ്രോഡായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ ഷാരി സത്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്. പിറ്റേ ദിവസം ഷാരി മനോഹരത്ത് പറയുന്നുണ്ട്, മനുമോനെ എന്നെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലം വരെ ഒന്ന് പോവാമോ? എനിക്കൊരു സ്ഥലം വരെ ഒന്ന് പോകണം, എൻ്റെ ഫ്രണ്ട് അവിടെ വരും, അതിനെന്താ ഞാൻ വരാലോ എന്ന് പറയുകയാണ്. അങ്ങനെ മനുവിനെയും കൂട്ടിക്കൊണ്ട് നൈസായിട്ട് ഷാരി ബീച്ചിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങാട്ടെ. ആ സമയത്ത് സരിയോ വരുന്നുണ്ട്. എന്താമേ, എന്തിനാ മനുവേട്ടനെയും കൂട്ടിക്കൊണ്ട് പോകണത്? പിന്നെ മനുവിനെ അല്ലാണ്ട് നിൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടാൻ പറ്റുമോ? അയാൾക്ക് തലക്ക് ഒരു ബോധമില്ലല്ലോ, അതുകൊണ്ട് മനുമോനെ കൂട്ടിക്കൊണ്ട് പോകാൻ ചോദിച്ചു. നീ എന്തിനാ ഇങ്ങനെ പേടിക്കണത്? ഇവിടെ തൊട്ടടുത്തല്ല, ഞങ്ങൾ ഇപ്പം തന്നെ വരുമെന്ന് പറയാണ്. പോട്ട് സറിയോ, അമ്മക്ക് അത്യാവശ്യമായതുകൊണ്ടല്ലേ, ഞാൻ കൂടെ പോയിക്കോളാം എന്ന് പറയണം. അമ്മ ആരെ കാണാൻ? അതെൻ്റെ ഫ്രണ്ടിനെ മോളും വരുന്നുണ്ട്. പുറം നാട്ടിൽ നിന്നാണ് വരുന്നത്, കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അവളുടെ കല്യാണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി വരുന്നതാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം എന്ന് മനോഹർ പറയാണ്. ഈശ്വര, ആ സുന്ദരിനെ എങ്ങനെയും കയ്യിലെടുത്തേ പറ്റുമെന്നൊക്കെ മനോഹറിനെ വിചാരിക്കുക കേട്ടോ. അങ്ങനെ മനോഹറിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഷാരി നേരെ പോണ ബീച്ചിലേക്കാണ്. അവിടത്തേക്കും ഷാരിയുടെ രൂപമൊക്കെ ആകെ മാറും കേട്ടോ. എന്താ അമ്മേ, അമ്മയുടെ ഫ്രണ്ടിനെ മോളൊന്നും കാണുന്നില്ലല്ലോ? നിനക്ക് എൻ്റെ ഫ്രണ്ടിനെ മോളെ കാണണമല്ലോ അല്ലേടാ? നീ ലോക ചതിയനാണ്, എന്തിനാണ് മഹാപാപി എൻ്റെ മോളുടെ പല പെണ്ണുങ്ങളുടെ ജീവിതങ്ങൾ തകർക്കുന്നത്? അങ്ങനെ പെണ്ണുങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണോ പെണ്ണുങ്ങളെ ദൈവം സൃഷ്ടിച്ചേക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹര കഴുത്തിന് കയറി പിടിക്കട്ടോ. മര്യാദക്ക് നീ ഇപ്പം തന്നെ എൻ്റെ മോളെ വിട്ടിട്ട് പോയിക്കോ. ഇനി നിന്നെ കാണണ്ട, നീ മരിച്ചെന്നോ ചത്തൊടുങ്ങിയെന്നോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം, നീ പോവാൻ നോക്ക് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് മനോഹർ പറയും, ഞാൻ പോവില്ല, എനിക്ക് പോകണമെങ്കിൽ 10 ലക്ഷം രൂപ തന്നെ. 10 ലക്ഷം രൂപയെ അതും തരില്ല, മര്യാദക്ക് പോവാൻ നോക്കുന്നത് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്നെ ഇറക്കി വിടാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. സത്യങ്ങളോ? എന്ത് സത്യങ്ങൾ? അതെ, എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം. നിങ്ങളെക്കാൾ മുമ്പേ എനിക്ക് സത്യങ്ങൾ അറിയായിരുന്നു. എന്ത് സത്യങ്ങൾ അറിയായിരുന്നെന്നാ നീ പറയണത് എന്ന് പറയുമ്പോൾ അത് വേറൊന്നുമല്ല,
നിങ്ങൾ മോളെന്ന് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ സ്വന്തം മോൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഷാരി ആകെ നെട്ടുവാട്ടോ. മനോഹർ പറഞ്ഞിട്ട് അത് നിങ്ങളുടെ സ്വന്തം മോളല്ല, അത് താരാൻ്റിയുടെ മോളല്ലേ. ആ സത്യം അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അവരെ കാണുമ്പോൾ പേടിക്കണത്, അവിടെ തലതല്ലി പൊട്ടിച്ചത്. അതുകൊണ്ടല്ലേ എല്ലാ സത്യവും ഞാൻ സരുവിനോട് തുറന്നു പറയും. ഞാൻ പറഞ്ഞ ലോകത്ത് ആര് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കില്ല, പക്ഷെ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും. എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ നഷ്ടപ്പെടണോ? വേണ്ട വേണ്ട, നിങ്ങൾ നീ എന്ത് വേണം ചെയ്തോ, പക്ഷെ എത്രയും പെട്ടെന്ന് നീ പോകണം. പൈസ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. ശരി, പൈസ ഉണ്ടാക്കി തന്ന ആ സെക്കൻഡ് ഞാൻ ഇവിടെ വിട്ടു പോകും. പിന്നെ നിങ്ങളുടെ മോളെ ആരെ കൊണ്ടുവേണമെങ്കിൽ കെട്ടിച്ചോ, വേണമെങ്കിൽ അയൽക്കാരൻ ആ കിരണില്ലേ അവനെ കൊണ്ടുവേണമെങ്കിൽ കെട്ടിച്ചോ എന്നൊക്കെ പറഞ്ഞ് മനോഹർ അവിടെ നിന്ന് പോകുവാട്ടോ. ഷാരംഗി പൊട്ടി തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രകാശം വിചാരിച്ച പോലെ തന്നെ ലക്ഷ്മിനെ കൊല്ലാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് ഗുണ്ട ഇടിച്ചു കയറുവാട്ടോ. ലക്ഷ്മി ആകെ ഞെട്ടിപ്പോകണം. വാതിൽ തുറക്കണതേ ഗുണ്ട ഇടിച്ചു കയറുവാണ്. വേറൊന്നല്ല, അയാൾ അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുത്ത് പ്രകാശിനെ കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ലക്ഷ്മി മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് പ്രകാശിനെ അയച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മിയുടെ സ്വന്തം ആളാട്ടോ. ലക്ഷ്മിയുടെ അല്ല, നമ്മുടെ CS-ന്റെ ആളാണ്. അയാൾ വന്നത് തന്നെ പ്രകാശിന് നമ്മൾ പണി കൊടുക്കാൻ വേണ്ടിയാണോ. ലക്ഷ്മി മരിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രേതമായിട്ട് വരുവാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാനുമതിനെയും വിക്കതിനെയും അതുപോലെ തന്നെ പ്രകാശിനെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനത്തെ ഒരു വീഡിയോ തന്നെ എടുത്തത്. അങ്ങനെ ആ വീഡിയോ ഫോട്ടോസൊക്കെ പ്രകാശിന് അയച്ചു കൊടുക്കുകയാണ് ആ ഗുണ്ട. ആ ഫോട്ടോ കാണുമ്പോൾ പ്രകാശിന് സന്തോഷമാവാണ്. ചത്ത് മറന്നു കിടക്കുവാണ് ലക്ഷ്മി. സമാധാനം, ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പ്രകാശൻ വിചാരിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ സുഖമായിട്ട് കിടന്നുറങ്ങുവാട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രകാശൻ പറയണ്ട, അമ്മേ നമ്മുടെ പൊതു ശത്രു ഒഴിവായി കിട്ടിയിട്ടുണ്ട്. നീ ആരെക്കുറിച്ചാണ് പറയണത്? വേറെ ആര്? ലക്ഷ്മി. അവൾ മരിച്ചു അമ്മേ. അവൾ മരിച്ചു എന്ന്? അതെ, ഇന്നലെ രാത്രി 12 മണിക്ക് അവൾ പോയി, പരലോകത്തേക്ക് പോയി എന്ന് പറഞ്ഞു. സത്യമാണ് നീ പറഞ്ഞ? പിന്നെ സത്യം അല്ലാണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിനെയും കാണിച്ചു കൊടുക്കണ ഫോട്ടോസൊക്കെ, അമ്മേ അച്ഛൻ അങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാട്ടോ. അന്ന് രാത്രിയാണ് അവർക്ക് പണി കിട്ടി തുടങ്ങണത്. വേറൊന്നല്ല, വെള്ളയും സാരിയെ കൊടുത്തിട്ട് നമ്മുടെ ലക്ഷ്മി പേടിപ്പിക്കാൻ വേണ്ടി വരിക കേട്ടോ. ആദ്യം പോണത് വേറെ അടുത്തല്ല, നമ്മുടെ ഭാനുമതി അമ്മയടുത്താണ്. കാരണം അവർക്ക് വയസ്സായതുകൊണ്ട് തന്നെ ഒന്ന് പേടിച്ച് കഴിഞ്ഞാൽ ചത്തുപോകുമെന്ന് ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ചാവണമെങ്കിൽ ചാവട്ടെ, പ്രേതത്തെ കണ്ട് ചത്തെന്ന് പത്രത്തിലൊക്കെ വരട്ടെ എന്ന് ലക്ഷ്മിയും വിചാരിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി വെള്ള സാരിയെ കൊടുത്ത് നേരെ പോണ ഭാനുമതിയുടെ റൂമിലേക്കാണ്. ഭാനുമതി AC ഒക്കെ ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാട്ടോ. വാതിലൊക്കെ തുറന്നിരിക്കണം നമ്മുടെ കാർത്തികയാണ്. മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കണം നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ കല്യാണിയും കൂടിയിട്ടാട്ടോ. അങ്ങനെ ഭാനുമതിയുടെ റൂം തുറന്നതിന് ശേഷം ഭാനുമതിയുടെ മുമ്പിലേക്ക് പോയി നിൽക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. ആ ഒരു പ്രേതത്തിന്റെ വേഷം ഇട്ടിട്ട്. ഭാനുമതി അങ്ങനെ നല്ല ഉറക്കുവാട്ടോ. അതിനുശേഷം ഭാനുമതി തട്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ട് മുഖത്തിട്ട്. ഭാനുമതി എന്നെ ഞെട്ടിപ്പോവാണ്. അയ്യോ പ്രേതം പ്രേതം, ലക്ഷ്മിയുടെ പ്രേതം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോവാണ്. പ്രകാശിനും വിക്രമൊക്കെ വരുന്നുണ്ട്. എന്താ അമ്മയെ കാര്യം? ലക്ഷ്മിയുടെ പ്രേതം ഞാൻ കണ്ടുടാ ഒലക്ക, നമുക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന പറയുമ്പോൾ നീയും കൂടി കിടന്നുറങ്ങടാ പ്രകാശ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശിനെയും കൂട്ടിക്കണ്ട് നമ്മുടെ ഭാനുമതി കിടന്നുറങ്ങുക കേട്ടോ. ലക്ഷ്മി വീണ്ടും വരുന്നുണ്ട്. ജനലിൽ നിന്ന് സൂക്ഷിച്ചു നോക്കുവാണ്. പക്ഷേ ആ ഒരു രൂപം നമ്മുടെ പ്രകാശിനെ കണ്ട് പ്രകാശിനെ ആകെ പേടിച്ചു പോകുക കേട്ടോ. കാരണം പ്രകാശൻ പ്രേതത്തിനെയും ഭൂതത്തിനെയും ഒന്നും വിശ്വാസമില്ല. പക്ഷെ ലക്ഷ്മി മരിച്ചു എന്ന് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ വന്നിരിക്കുന്നത് ലക്ഷ്മിയുടെ പ്രേതം തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പ്രകാശൻ ആകെ ഞെട്ടി പേടിച്ച് ഒരു പരിവാണ്. അങ്ങനെ എന്തായാലും ഈ ഒരു പേടിയോട് കൂടി തന്നെ ഭാനുമതി എന്തായാലും ഒരു 16 നടത്തേണ്ടി വരുമെന്ന് ഒരു സംശയമില്ല. എന്തായാലും നല്ലൊരു പണി തന്നെയാണ് ലക്ഷ്മിയും കാർത്തികയും കൂടി ഭാനുമതിക്കും അതുപോലെ തന്നെ പ്രകാശിനും കൊടുക്കാൻ പോണേട്ടോ. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഇനിയുള്ള എപ്പിസോഡ്സിൽ വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.